ലേൺസിയോ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഘട്ടം 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് നമ്മുടെ 10th പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം നടന്ന നമ്മൾ ക്യാൻസൽ ചെയ്ത പരീക്ഷയില്ലേ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ പ്രധാന ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയുടെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് കടക്കാം. ഈ ഒരു ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. ഇനി 2, 3, 4 ഘട്ടങ്ങൾ നടക്കാതിരിക്കുകയാണ്. ആ പരീക്ഷകൾക്കൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, മാരുതി സുസുക്കിയാണ് കേട്ടോ. മാരുതി സുസുക്കിയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ മിശ്രിത ഇന്ധനത്തിൽ ഓടുന്ന കാർ മാരുതി സുസുക്കിയാണ് പുറത്തിറക്കിയത്. മാരുതി സുസുക്കിയുടെ തന്നെ ഒരു വാഗണാർ മോഡലിലാണ് ഇത് പരീക്ഷിച്ചത് കേട്ടോ. അപ്പൊ എഥനോൾ മിശ്രിത ഇന്ധനത്തിൽ ഓടുന്ന കാർ മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കിയുടെ തന്നെ നമ്മുടെ ഒരു വാഗണാർ ടൈപ്പ് കാറിലാണ് ഇത് ആദ്യമായിട്ട് പുറത്തിറക്കിയത് കേട്ടോ. അത്രയും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിന് റിലേറ്റ് ചെയ്ത് ചോദിക്കുക സാധ്യത കുറവാണ്, എന്നാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, VD സതീശനാണ് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് നിയമവകുപ്പ്. നോക്കാം. നിലവിലെ 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശനാണ് നിയമവകുപ്പിന്റെയും ചുമതല വഹിക്കുന്നത്. അപ്പൊ 16ാം കേരള നിയമസഭ, നിലവിലെ 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശൻ. അപ്പൊ VD സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെക്കണം. നിയമവകുപ്പ്, തുറമുഖം, ധനകാര്യം, പൊതുഭരണം, പിന്നെ വയോജന ക്ഷേമ വകുപ്പ് തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് 36ഓളം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? നിയമവകുപ്പ്, തുറമുഖം, ധനകാര്യം, പൊതുഭരണം, വയോജനക്ഷേമം ആദ്യമായിട്ടാണ് കേരളത്തിൽ വകുപ്പായിട്ട് വരുന്നത്. അത് ആ വകുപ്പ് കൈകാര്യം ചെയ്തതും VD സതീശനാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ക്ലിയർ ആണ്. ഇനി നമുക്ക് VD സതീശനെ കുറിച്ച് നോക്കാം. VD സതീശൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അടുത്ത് നടക്കുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശൻ എന്ന് ചോദിക്കാം. അപ്പൊ പറയണം, നമ്മൾ ഓപ്ഷൻ കറപ്പിക്കണം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശൻ. ക്ലിയർ ആണേ. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ്, എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തെയാണ് VD സതീശൻ പ്രതിനിധീകരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 10th പ്രിലിംസ് അല്ല, ഇതിനു മുമ്പ് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ഈ അടുത്തിടെ നടന്ന. അപ്പൊ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലമാണ് ശ്രീ VD സതീശന്റെ നിയമസഭാ മണ്ഡലം. ക്ലിയർ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലുള്ളവരെ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. കെ മുരളീധരൻ നിലവിലെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. കെ മുരളീധരൻ ആരാണ്? നിലവിലെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരൻ. അതുപോലെ തന്നെ മോൻസ് ജോസഫ് നിലവിലെ ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. അപ്പോൾ മോൻസ് ജോസഫ് നിലവിലെ ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ് മോൻസ് ജോസഫ്. അതുപോലെ തന്നെ CP ജോൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് CP ജോൺ കേട്ടോ. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് CP ജോൺ. നമുക്കറിയാം പ്രിയദർശിനി പദ്ധതിയൊക്കെ അല്ലേ, പ്രിയദർശിനി പദ്ധതി എന്നാണ് ഗതാഗത വകുപ്പ് കേരള സർക്കാർ നടത്തുന്ന ഒരു പദ്ധതിയാണല്ലോ പ്രിയദർശിനി പദ്ധതി. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് പ്രിയദർശിനി പദ്ധതി എന്ന് ചോദിക്കാം. എന്താണ്? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എന്താണ് സൗജന്യ KSRTC ഓർഡിനറി യാത്ര, സൗജന്യ യാത്ര KSRTC നൽകുന്നൊരു പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അപ്പൊ പരീക്ഷ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നാണ് ചോദിക്കും. ആരൊക്കെയാണ്? സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അപ്പൊ പ്രിയദർശിനി പദ്ധതിയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ആദ്യ 100 ദിവസം എന്താണ് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര എന്നാണ്. അതിനുശേഷം ഫാസ്റ്റിലോട്ട് മാറ്റുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. അപ്പൊ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കേട്ടോ, CP ജോൺ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച
സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഓപ്ഷൻ സി കേരളമാണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ അഥവാ സീനിയർ സിറ്റിസൺസിന് ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി പ്രത്യേക ഭരണ വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി പ്രത്യേക ഭരണ വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നിലവിലെ വയോജന വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് വയോജന വകുപ്പോടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി വയോജന കമ്മീഷൻ സ്ഥാപിച്ചതും കേരളത്തിലാണ് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. വയോജന വകുപ്പും സ്ഥാപിച്ചതും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി വയോജന കമ്മീഷൻ സ്ഥാപിച്ചതും കേരളത്തിലാണ്. അപ്പൊ മറ്റൊരു ചോദ്യം ചോദിക്കാം, കേരളത്തിലെ പ്രഥമ വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കാം. അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വയോജന ബജറ്റ് അവതരിപ്പിച്ചതും കേരള സംസ്ഥാനത്താണ് കേട്ടോ. അതും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വയോജന ബജറ്റ് അവതരിപ്പിച്ചതും കേരള സംസ്ഥാനമാണ്. നമ്മുടെ പിണറായി വിജയന്റെ അവസാന ബജറ്റ് ആയിരുന്നു അത് കേട്ടോ. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് ആയിരുന്നു. KN ബാലഗോപാലാണ് വയോജന ബജറ്റ് അവതരിപ്പിച്ചത്. ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ചാണക്യ എന്ന തൂലികാ നാമം ഉപയോഗിച്ചത്. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. സ്വന്തം പ്രവർത്തനങ്ങളെയും ശൈലിയെയും സ്വയം വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് 1937 നവംബറിൽ ദ മോഡേൺ റിവ്യൂ എന്ന മാസികയിൽ അദ്ദേഹം രാഷ്ട്രപതി എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയത് ഈ നാമത്തിലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. അപ്പൊ അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ചാണക്യ എന്ന തൂലിക നാമം ഉപയോഗിച്ചത്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളെയും സ്വയം വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് 1937 ദ മോഡേൺ റിവ്യൂ, നോട്ട് ചെയ്തോണേ, ദ മോഡേൺ റിവ്യൂ എന്ന മാസികയിൽ അദ്ദേഹം രാഷ്ട്രപതി എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയത് ഈ ഒരു പേരിലാണ്. അതായത് ചാണക്യ എന്ന തൂലിക നാമത്തിലാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞ ലേഖനം എഴുതിയത്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ എന്നറിഞ്ഞിരിക്കണം. ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് അടുത്ത ഘട്ടം നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംബസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ആൻ ഓട്ടോബയോഗ്രഫി എന്നിവയൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചാണക്യ എന്ന തൂലിക നാമം ജവഹർലാൽ നെഹ്റുവിന്റെ ആണെങ്കിലും ആധുനിക ഇന്ത്യയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? PV നരസിംഹ റാവുവിനെയാണ് കേട്ടോ. ആധുനിക ഇന്ത്യയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? PV നരസിംഹ റാവുവിനെയാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ഗംഗ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പൊ എന്താണ് ഗംഗ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. നവാമി ഗംഗയാണ് കേട്ടോ. നവാമി ഗംഗ. നോക്കാം. ഗംഗാ നദിയുടെ മലിനീകരണം കുറയ്ക്കുന്നതിനും നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2014 ജൂണിൽ ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ പ്രോഗ്രാം കേട്ടോ. പദ്ധതി ഒന്നുകൂടെ പറയാം. ഗംഗാ നദിയുടെ മലിനീകരണം കുറയ്ക്കുന്നതിനും നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2014 ജൂണിൽ ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി എന്ന് പറയുന്നത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന ഏജൻസിയാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ കണക്ട് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണം ചോദിക്കാം. നമാമി ഗംഗ എന്ന പദ്ധതി മേൽനോട്ടം വഹിക്കുന്ന ഏജൻസി ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? നാഷണൽ മിഷൻ ഫോർ ക്ലീനിങ് ഗംഗ കേട്ടോ. NMCG എന്ന് പറയും. നാഷണൽ മിഷൻ ഫോർ ക്ലീനിങ് ഗംഗ എന്ന ഏജൻസിയാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അടുത്ത ചോദ്യം, അരുൾ നൂല് ആരുടെ കൃതിയാണ്? അരുൾ നൂല് എന്നത് ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ് കേട്ടോ. നോക്കാം. വൈകുണ്ഠ സ്വാമികളുടെ ദർശനങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ
പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട് അമ്മാനെ, അരുൾനൂല് എന്നിവ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. വൈകുണ്ഠ സ്വാമികളുടെ ദർശനങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട് അമ്മാനെ, അതുപോലെ തന്നെ അരുൾനൂല് എന്നീ കൃതികൾ കേട്ടോ. ഇനി നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചൊന്നും നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച്, കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ നോക്കാം. വൈകുണ്ഠ സ്വാമികൾ 1809 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു. അപ്പൊ എന്താണ്? വൈകുണ്ഠ സ്വാമികൾ 1809 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു. ആദ്യ പേര് മുടിചൂടും പെരുമാൾ എന്നതായിരുന്നു. ആദ്യ പേരെന്താണ്? മുടിചൂടും പെരുമാൾ എന്നതായിരുന്നു. പിന്നെ സവർണരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്ന പേര് മാറ്റേണ്ടി വന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണെന്ന് ചോദിക്കാം. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ചോദിക്കാം, സവർണരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്ന പേര് മാറ്റേണ്ടി വന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണെന്ന് ചോദിച്ചാൽ പറയണം വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റു പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീജൻ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീജൻ എന്നും വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹം എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ച് വെള്ളമെടുക്കാൻ മുന്തിരിക്കിണർ സ്ഥാപിച്ചു കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ് എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ച് വെള്ളമെടുക്കാൻ മുന്തിരിക്കിണർ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ജാതി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമപന്തി ഭോജനം തിരുവിതാംകൂറിൽ ആദ്യമായി സംഘടിപ്പിച്ചു. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ജാതി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമപന്തി ഭോജനം തിരുവിതാംകൂറിൽ ആദ്യമായി സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാധനയ്ക്കായി നിഴൽ തങ്കലുകൾ സ്ഥാപിച്ചു കേട്ടോ. അദ്ദേഹം ആരാധനയ്ക്കായി നിഴൽ തങ്കലുകൾ സ്ഥാപിച്ചു. പിന്നെ കണ്ണാടി പ്രതിഷ്ഠ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മരുത്വാമലയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി സ്വയം ആരാധിക്കാൻ സന്ദേശം നൽകി. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമത്വ സമാജം 1836. അതായത് ജാതി വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. അപ്പൊ സമത്വ സമാജം ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം 1836. പിന്നെ അയ്യാവഴി കേട്ടോ. അയ്യാവഴി അതായത് ഏകദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ദാർശനിക പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചാണ് അയ്യാവഴി. അത് അയ്യാവഴി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും അഗ്നിനാളവുമാണ് കേട്ടോ. അതോടൊന്ന് പഠിച്ചു നോക്കണേ. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ മറ്റൊരു പ്രസ്ഥാനമാണ് അയ്യാവഴി കേട്ടോ. അയ്യാവഴി എന്താണ്? ഏകദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ദാർശനിക പ്രസ്ഥാനമാണ് അയ്യാവഴി. അതിന്റെ ചിഹ്നമാണ് താമരയും അഗ്നിനാളവും കേട്ടോ. അപ്പൊ നമ്മൾ 10th പ്രിലിംസ് ബേസ് ചെയ്തുള്ള എക്സാംസിനൊക്കെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? അപ്പൊ നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് തെറ്റാണ്. സവർണ ജാഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മന്നത്ത് പത്മനാഭനിലോട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും ഒന്ന് നോട്ട് ചെയ്തണം. നമ്മുടെ മന്നത്ത് പത്മനാഭൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയത്. ഇത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ്. അതിന്റെ ആൻസർ വരുന്നത് ഡോക്ടർ എം.ഇ. നായിഡു ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എം.ഇ. നായിഡു ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഗർകോവിലിലെ കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം.ഇ. നായിഡു ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഗർകോവിലിലെ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഡോക്ടർ എം.ഇ. നായിഡു ആണ്. ഡോക്ടർ എം.ഇ. നായിഡു ആണ്. എന്നാൽ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനും നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം.ഇ. നായിഡുവാണ് കേട്ടോ. നോക്കാം. വൈക്കത്തു നിന്നും നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ട ഈ രണ്ട് സവർണ ജാഥകളും തിരുവനന്തപുരത്ത് വെച്ച് സംഗമിക്കുകയും താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് റാണി സേതു ലക്ഷ്മിബായിക്ക് 25,000-ഓളം പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിക്കുകയും ചെയ്തു കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഇനി വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും പ്രാധാന്യമർഹിക്കുന്നതുമായ പോരാട്ടങ്ങളിലൊന്നാണ് വൈക്കം സത്യാഗ്രഹം. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു സമരം നടന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്, അതായത് തുടക്കം 1924 മാർച്ച് 30 കേട്ടോ. 1924 മാർച്ച് 30 ആരംഭിച്ചത്. അവസാനിച്ചത് 1925 നവംബർ 23. അതായത് ഏകദേശം 603 ദിവസങ്ങൾ നീണ്ടു നിന്നത് കേട്ടോ. അപ്പൊ വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങളാണ് നീണ്ടു നിന്നത്. ഈ ഡേറ്റും ദിവസവും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 പൊതുവഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 പൊതുവഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്നതാണ്. ഇനി ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്, ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരായിരിക്കും നോക്കാം. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവർ ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ സന്ദർശനം എപ്പോഴാണ് നോക്കാം. 1925 മാർച്ചിൽ മഹാത്മാഗാന്ധി വൈക്കത്ത് എത്തുകയും പ്രക്ഷോഭകരുമായും തിരുവിതാംകൂർ ഭരണാധികാരികളുമായി സംസാരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ പെരിയാർ EV രാമസ്വാമി നായ്ക്കറും ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് എത്തി സമരത്തിന് വലിയ ആവേശം പകർന്ന ആളാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അതുകൊണ്ട് തന്നെ അതിനാൽ അദ്ദേഹം വൈക്കം വീരൻ എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ വൈക്കം വീരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. EV രാമസ്വാമിയാണ്. അടുത്ത ചോദ്യം, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തിലെ കൃതിയെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് കേട്ടോ. നോക്കാം. ചട്ടമ്പി സ്വാമികൾ, അതായത് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ രചിച്ച വിഖ്യാത ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞത്. അതായത് വേദപഠനത്തിനും ആത്മീയ വിജ്ഞാനത്തിനും എല്ലാവർക്കും ജാതി ഭേദമന്യേ അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുന്ന ഒന്നാണ് വേദാധികാര നിരൂപണം. ഈ കൃതിയിലെ ശക്തമായ ആശയങ്ങളെയും അനാചാരങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെയും മുൻനിർത്തിയാണ് തീ പോലുള്ള ഇത്തരം വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് കേട്ടോ. അപ്പൊ വേദാധികാര നിരൂപണത്തിലെ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തിലെ വാക്കുകളെ കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് കേട്ടോ. അതുപോലെ തന്നെ 1892 കേരള സന്ദർശനത്തിനിടയിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവശതകവും ദർശനമാലയും ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതാണ്. ദൈവശതകവും ദർശനമാലയും ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ആത്മീയ തത്വചിന്ത കൃതികളാണ് ദൈവശതകവും ദർശനമാലയും. ഇനി കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതായത് നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകിയ കൃതിയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. ദൈവശതകവും ദർശനമാലയും ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ തത്വ ചിന്താകൃതികളാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, കേരളത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. KP കേശവമേനോൻ ആണ് കേട്ടോ. KP കേശവമേനോൻ. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. KP കേശവമേനോൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു KP കേശവമേനോൻ. അദ്ദേഹം ആരായിരുന്നു? മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു KP കേശവമേനോൻ.
1921 കോഴിക്കോട്ട് രൂപീകൃതമായ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. അപ്പൊ 1921 കോഴിക്കോട്ട് രൂപീകൃതമായ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി. പിന്നെ KP കേശവ മേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്തോണേ, KP കേശവ മേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണ് കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞ ആത്മകഥ. അതുപോലെ തന്നെ KP കേശവ മേനോന്റെ പ്രധാന കൃതികളാണ് നവഭാരതം, യേശുദേവൻ, പ്രഭാത ദർശനം കേട്ടോ. KP കേശവ മേനോന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നവഭാരതം, യേശുദേവൻ, പ്രഭാത ദർശനം. കഴിഞ്ഞ കാലം ആത്മകഥയാണ് കേട്ടോ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആണ് KP കേശവ മേനോൻ. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ജസ്റ്റ് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്താണ് കേട്ടോ. ഇനി ഓപ്ഷൻസ് തന്നിട്ടുള്ള ആൾക്കാരെ നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആനന്ദ ദർശനം എന്ന തത്വശാസ്ത്രത്തിന്റെ വക്താവുമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ്? ആനന്ദ മഹാസഭ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആനന്ദ ദർശനം എന്ന തത്വശാസ്ത്രത്തിന്റെ വക്താവുമാണ്. ഇനി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ചാവറ അച്ഛൻ എന്നൊക്കെ പറയത്തില്ലേ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് അടിത്തറയിട്ട പള്ളിക്കൂടത്തിനോടൊപ്പം കളരി എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ഇനി മക്തി തങ്ങൾ ആരാണ്? കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലങ്ങളിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? എന്നുറ പറയാം. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലങ്ങളിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലൂ ആണ് കേട്ടോ. ലൂ. എന്താണ് ലൂ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലൂ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലെയും സമതല പ്രദേശങ്ങളിൽ വീശിയടിക്കുന്ന വരണ്ടതും അപായകരവുമായ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിൽ നിന്നും ആരംഭിച്ച് ഗംഗാ സമതലങ്ങളിലേക്ക് വീശുന്നതാണ് ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് കേട്ടോ, വരണ്ട ഉഷ്ണക്കാറ്റ്. ഇനി കാൽ ബൈശാഖി എന്താണെന്ന് നോക്കാം. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന ശക്തിയേറിയ ഇടിയോടുകൂടിയ മഴയും കാറ്റുമാണ് കാൽ ബൈശാഖി. അപ്പൊ കാൽ ബൈശാഖിയൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. കാൽ ബൈശാഖി എന്താണ്? വേനൽക്കാലത്ത് പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന ശക്തിയേറിയ ഇടിയോടുകൂടിയും മഴയുമായിട്ടുള്ള കാറ്റാണ് കാൽ ബൈശാഖി. ഇനി മാംഗോ ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ കേരളത്തിലും കർണാടകത്തിലും ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. ഇത് മാമ്പഴം വേഗത്തിൽ പഴുക്കാൻ സഹായിക്കുന്നതിലാണ് ഈ ഒരു പേര് വന്നത് കേട്ടോ, മാംഗോ ഷവേഴ്സ് എന്ന്. അപ്പൊ അതെവിടെയാണ്? വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ ഏപ്രിൽ മെയ് മാസത്തിൽ കേരളത്തിലും കർണാടകയിലും ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തര മന്ത്രി ആരാണ്? കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീ രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. അപ്പൊ രമേശ് ചെന്നിത്തലയാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. നോക്കാം, രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയില്, പിന്നെ അതോടൊപ്പം തന്നെ കയർ വകുപ്പുകളുണ്ട് കേട്ടോ. ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞതാണ്, കയർ വകുപ്പുകളുണ്ട്, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരമായിട്ട് കണക്ട് ചെയ്തതാണല്ലോ വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിലൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തതാണല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ചെന്നിത്തലയാണ്. ചെന്നിത്തല ആലപ്പുഴ ജില്ലയിലാണ്. നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണല്ലോ കയർ വ്യവസായം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കയർ വകുപ്പോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആഭ്യന്തരം മെയിനായിട്ട് പറയുവാണെങ്കിൽ ആഭ്യന്തരം പ്ലസ് കയറാണ് രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകളായിട്ട് വരുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട് എന്ന് പറഞ്ഞ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഈ അടുത്തിടെ സ്റ്റാർട്ട് ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അടുത്തിടെ കേരള സർക്കാർ
കേരള സർക്കാർ നടത്തിയ ഓപ്പറേഷൻ, ലഹരിക്കെതിരെ നടത്തിയ വിപുലമായിട്ടുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കാം. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട് കേട്ടോ. അതൊക്കെ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോട്ടിക് ഹണ്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച്, ഓപ്ഷൻസിലുള്ളവരെ കുറിച്ച് പറയുകയാണ്. നമ്മൾ കെ മുരളീധരൻ പറഞ്ഞാണ്. ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരൻ. പി കെ കുഞ്ഞാലിക്കുട്ടി ആരാണ്? വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. വ്യവസായം IT വകുപ്പ് മന്ത്രിയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വ്യവസായ വകുപ്പും IT വകുപ്പും നിലവിലെ മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ നിലവിലെ AI വകുപ്പ് മന്ത്രി കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അതൊന്ന് പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അടുത്ത പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തെ കുറിച്ച് പറയും മറ്റൊരു പ്രത്യേകത കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതായത് ഈ 16ാം കേരള നിയമസഭയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഏകദേശം 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. എവിടെ നിന്നാണ്? മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇനി സണ്ണി ജോസഫ് നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ്. നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ ഒരു കോഡ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം 10 വർഷത്തിനൊക്കെ ശേഷമല്ലേ ഇപ്പം ലോഡ് ഷെഡിങ് നമ്മുടെ ഇവിടെയൊക്കെ വന്ന ലോഡ് ഷെഡിങ്. അപ്പൊ ലോഡ് ഷെഡിങ് വരുമ്പോൾ എന്താണ്? നമുക്ക് രാത്രി ലോഡ് ഷെഡിങ് വരുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ സണ്ണി ആവോ? ഇല്ലല്ലോ. അത് കണക്ട് ചെയ്തായി. എന്നാൽ സണ്ണി എന്ന് പറഞ്ഞാൽ സണ്ണി ആവില്ലല്ലോ. അപ്പൊ അതങ്ങ് കണക്ട് ചെയ്താൽ മതി. ലോഡ് ഷെഡിങ് വരുമ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സണ്ണി ആവത്തില്ല. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. സണ്ണി ജോസഫ് വൈദ്യുത വകുപ്പ് മന്ത്രി. സണ്ണി ജോസഫ് ആണ് വൈദ്യുത വകുപ്പ് മന്ത്രി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലമാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലമാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം പടിഞ്ഞാറൻ തീരസമതലമാണ്. നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം അഥവാ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങി തെക്ക് കന്യാകുമാരി വരെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. പഠിച്ചു വെക്കണേ. വടക്ക് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങി തെക്ക് കന്യാകുമാരി വരെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, കന്നഡ തീരം, അത് കർണാടക തീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ മലബാർ തീരം. നോക്കാം. ഗുജറാത്ത് തീരം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ തീരപ്രദേശങ്ങളാണ്. കൊങ്കൺ തീരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. കൊങ്കൺ തീരം ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശമാണ് കൊങ്കൺ തീരം. പിന്നെ കന്നഡ തീരം, അതായത് കർണാടക തീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, കർണാടകയിലെ തീരപ്രദേശം. പിന്നെ മലബാർ തീരം, കേരളത്തിലെ തീരപ്രദേശമാണ് മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വരുന്ന തീരപ്രദേശമാണ് മലബാർ തീരം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതത്ര അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് പറയുവാണെങ്കിൽ കിഴക്കൻ തീരസമതലം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. കോറമോണ്ടൽ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കിഴക്കൻ തീരപ്രദേശം, കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. തമിഴ്നാട്ടിലെ കിഴക്കൻ തീരപ്രദേശത്തെയാണ് കോറമണ്ടൽ തീരം എന്ന് പറയുന്നത്. പിന്നെ ബംഗാൾ തീരം അഥവാ ഉത്കൽ തീരം എന്ന് പറയുന്നത് ഒഡീഷയിലെ കിഴക്കൻ തീരപ്രദേശമാണ് ബംഗാൾ തീരം അഥവാ ഉത്കൽ തീരം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3 ആണ്. നോക്കാം. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലാണ് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാലിലൂടെയാണ് കേട്ടോ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം, തൃശ്ശൂരിലെ കോട്ടപ്പുറം കേട്ടോ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാലും ഒപ്പം ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും ചേർന്നതാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. ഈ ദേശീയ ജലപാത 3നെ 1993 ഫെബ്രുവരി 1 ഇതിനെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. കണക്ട് ചെയ്ത് ചോദിക്കാമേ. ദേശീയ ജലപാത 3നെ എന്നാണ് ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കാം. 1993 ഫെബ്രുവരി 1 പ്രഖ്യാപിച്ചത്.
ഈ ദേശീയ ജലപാത 3ന്റെ നീളം ഏകദേശം 205 കിലോമീറ്റർ ആണ് കേട്ടോ. നീളം എത്രയാണ്? 205 കിലോമീറ്റർ ആണ്. ഇനി ദേശീയ ജല ഓപ്ഷൻസ് തന്നിട്ടുള്ളതാണ്. ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞാൽ നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് കേട്ടോ. ദേശീയ ജലപാത 1 എന്താണ്? അലഹാബാദ് മുതൽ ഹാൽദിയ വരെ, അതായത് ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദീവ്യൂഹത്തിലൂടെയാണ് ദേശീയ ജലപാത 1 പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. 1620 കിലോമീറ്റർ കേട്ടോ. അപ്പൊ ദേശീയ ജലപാത 1 എവിടെ മുതൽ എവിടെ വരെയാണ്? അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ഇനി ദേശീയ ജലപാത 2 എന്ന് പറഞ്ഞത് സാദിയ മുതൽ ദുബ്രി വരെയാണ് കേട്ടോ. ദുബ്രി വരെയാണ്, ബ്രഹ്മപുത്ര നദിയിലൂടെ. അപ്പൊ ദേശീയ ജലപാത 2 എവിടെ മുതൽ എവിടെ വരെയാണ്? സാദിയ മുതൽ ദുബ്രി വരെയാണ്, ബ്രഹ്മപുത്ര നദിയിൽ. ഇനി ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. ദേശീയ ജലപാത 4 എവിടെ മുതൽ എവിടെ വരെയാണ്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, കർണാടകത്തിലെ ആണവോർജ നിലയം ഏതാണ്? കർണാടകയിലെ ആണവോർജ നിലയം ഏതാണ്? ഓപ്ഷൻ ഡി കൈഗയാണ് കേട്ടോ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആണവ നിലയങ്ങൾ നമുക്ക് പഠിച്ചു പോവാം. കൈഗ ആണവോർജ നിലയം കർണാടകയിലാണ്. അതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി താരാപൂർ വരുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. താരാപൂർ എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്ര. കൽപ്പാക്കം വരുന്നത് തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം തമിഴ്നാട്. നറോറ വരുന്നത് ഉത്തർപ്രദേശിലാണ്. നറോറ ഉത്തർപ്രദേശ്. കൂടംകുളം നമുക്കറിയാം. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കൂടംകുളം വരുന്നത്. പിന്നെ കാക്രാപാർ ആണവോർജ നിലയം വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. കാക്രാപാർ ആണവോർജ നിലയം ഗുജറാത്തിലാണ് വരുന്നത്. ക്ലിയർ ആണ്? അടുത്തത്, സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് സ്ഥാപകനായിട്ട് വരുന്നത്. നോക്കാം. ഈ സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് കേട്ടോ. അപ്പൊ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണിത്. ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധസ്ഥിതരുടെ, അതായത് പ്രത്യേകിച്ച് പുലയ സമുദായക്കാരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി, സാമൂഹിക സ്വാതന്ത്ര്യം, അവകാശ സംരക്ഷണം എന്നിവയ്ക്കായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഏത്? സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ പ്രസ്ഥാനം. 1938 ഈ ഒരു പ്രസ്ഥാനം പുലയ മഹാസഭ എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞ പ്രസ്ഥാനം 1938 എന്താണ്? പുലയ മഹാസഭ എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു കേട്ടോ. ഇനി അടുത്ത ചോദ്യം കേരള മന്ത്രിസഭയുമായിട്ടുള്ള ചോദ്യമാണ്. നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് നോക്കാം. രമേശ് ചെന്നിത്തല ധനകാര്യം, തെറ്റല്ലേ? ഫസ്റ്റ് തന്നെ തെറ്റാണ്. രമേശ് ചെന്നിത്തല ധനകാര്യം തെറ്റാണ്. പിന്നെ PC വിശ്വനാഥ് ടൂറിസം, ശരിയാണ്. PC വിശ്വനാഥാണ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് PC വിശ്വനാഥ്. PK കുഞ്ഞാലിക്കുട്ടി നമ്മൾ പഠിച്ചാണ് വ്യവസായം IT വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായം IT AI വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. പിന്നെ സണ്ണി ജോസഫ് നമ്മൾ പഠിച്ചാണ് നിലവിലെ വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് സണ്ണി ജോസഫ്. അതായത് വൈദ്യുതി പോകുമ്പോൾ, അതായത് ലോഡ് ഷെഡിങ് വരുമ്പോഴില്ലേ, വൈദ്യുതി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സണ്ണി ആവത്തില്ല എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തോണം. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പ്. രമേശ് ചെന്നിത്തല നമ്മൾ പഠിച്ചാണ് എന്താണ്? ആഭ്യന്തര വകുപ്പും കയറുമാണ് രമേശ് ചെന്നിത്തല. ധനകാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്ത വകുപ്പാണ് കേട്ടോ. ക്ലിയർ ആണ്? അപ്പം കേരള മന്ത്രിസഭ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഈ വരുന്ന പരീക്ഷകൾക്ക്, അടുത്ത ഘട്ടം നടക്കുന്ന പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരും കേട്ടോ. പിന്നെ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരും. അടുത്ത ചോദ്യം, ദരിദ്രരെ സഹായിക്കാനായി പിടി അരി അഥവാ ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഞാൻ ഒന്നുകൂടെ പറയാം. ദരിദ്രരെ സഹായിക്കാനായി പിടി അരി അഥവാ ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേട്ടോ. അതായത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് കേട്ടോ. നമുക്ക് എന്താണ് ഈ പിടിയരി സമ്പ്രദായം എന്ന് നോക്കാം. പിടിയരി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി അരി വീതം പ്രത്യേകം മാറ്റിവെച്ച് അത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണത്തിനും വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്നതിനുമായി ഉപയോഗിച്ചിരുന്ന രീതിയാണ് പിടിയരി സമ്പ്രദായം. ഇത് കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ് കേട്ടോ.
അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയാണ് ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന് പറയുന്നത്. അതായത് 1864 സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറൽ ആയിരിക്കെ ഈ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് എല്ലാ പള്ളികളോടൊപ്പം വിദ്യാലയങ്ങൾ അഥവാ പള്ളിക്കൂടങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. പിന്നെ ഈ അച്ഛനെ കുറിച്ച് പറയുവാണെങ്കിൽ അച്ഛൻ മന്നാനം പ്രസ്സും ഈ അച്ഛനുമായിട്ട് ബന്ധമുണ്ട്. അതായത് 1846 കോട്ടയം മന്നാനത്ത് സ്ഥാപിച്ച അച്ചടിശാലയാണ് മന്നാനം സെന്റ് ജോസഫ് പ്രസ് എന്ന് അറിയപ്പെടുന്നത്. അത് സ്ഥാപിച്ചത് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മന്നാനം സെന്റ് ജോസഫ് പ്രസ്സിലാണ് നസ്രാണി ദീപിക പത്രം ആദ്യം അച്ചടിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പൊ നസ്രാണി ദീപിക പത്രം ആദ്യമായിട്ട് അച്ചടിച്ചത് മന്നാനം സെന്റ് ജോസഫ് പ്രസ്സിലാണ് കേട്ടോ അച്ചടിച്ചത്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണെന്നാണ്. എന്താണ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മണിപ്പൂരാണ് കേട്ടോ. നോക്കാം, മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് 1948 അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ജൂണിലാണ് മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗിന്റെ ഭരണത്തിൽ കീഴിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഒന്നുകൂടെ പറയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ജൂണിലാണ് മണിപ്പൂർ അന്നത്തെ മഹാരാജാവായിരുന്ന ബോധചന്ദ്ര സിംഗിന്റെ ഭരണത്തിന്റെ കീഴിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതായത് ഭരണഘടന നിലവിൽ വരുന്നതിനും ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിനും മുമ്പ് തന്നെ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണേ, ഭരണഘടന നിലവിൽ വരുന്നതിനും ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിനും മുമ്പ് തന്നെ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂര്. നോക്കാം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സാർവത്രിക പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണേ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സാർവത്രിക പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ വോട്ടവകാശ പ്രായം 21 വയസ്സായിരുന്നു കേട്ടോ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ വോട്ടവകാശ പ്രായം 21 വയസ്സായിരുന്നു. 1988 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത് 18 വയസ്സായി കുറച്ചു. 1989 പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 326 കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326 ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി വരുന്ന പരീക്ഷയ്ക്ക്. അടുത്ത ചോദ്യം നോക്കാം, തെറ്റായ ജോഡി കണ്ടുപിടിക്കുക എന്നാണ്. തെറ്റായ ജോഡി കണ്ടുപിടിക്കുക എന്നാണ്. നോക്കാം, ആനി ബെസന്റ് ന്യൂ ഇന്ത്യ ശരിയാണ്, ശരിയായ ജോഡിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി തെറ്റല്ലേ? സുഭാഷ് ചന്ദ്രബോസിന്റെയാണോ ഗീതാഞ്ജലി? രവീന്ദ്രനാഥ ടാഗോറിന്റെ അല്ലേ ഗീതാഞ്ജലി? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ. അപ്പം ഇത് രണ്ടാമത്തേത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജയപ്രകാശ് നാരായണൻ എന്തുകൊണ്ട് സോഷ്യലിസം ശരിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ലെറ്റേഴ്സ് ഫ്രം റഷ്യ ശരിയാണ്. നോക്കാം, ഗീതാഞ്ജലി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗീതാഞ്ജലി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗീതാഞ്ജലി എന്ന് പറയുന്നത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച വിഖ്യാത കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ഈ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ കൃതിക്ക് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് ലഭിച്ചു കേട്ടോ. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം രവീന്ദ്രനാഥ ടാഗോറിന് ലഭിക്കാനിടയായിട്ടുള്ള കൃതിയാണ് ഗീതാഞ്ജലി. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഇന്ത്യൻ സ്ട്രഗിൾ, ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്നിവയാണ് കേട്ടോ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ, പിന്നെ ആൻ ഇന്ത്യൻ പിൽഗ്രീം എന്നീ കൃതികളാണ്. ഇനി ആനി ബസന്റിന്റെയാണ് ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞ പത്രവും ആനി ബസന്റിന്റെയാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റ് ആരംഭിച്ച ദിനപത്രങ്ങളാണ് കേട്ടോ. അപ്പം ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റ് ആരംഭിച്ച ദിനപത്രങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 19ാം വകുപ്പിന് കീഴിൽ വരുന്നതാണ്. നോക്കാം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം ശരിയാണ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ശരിയാണ്, പരിധിയിൽ വരുന്നതാണ്. പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21ാം എയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ഇവിടെ ശരി കേട്ടോ.
ഓപ്ഷൻ സി ആണ്. 1, 2, 4 1 ഇവിടെ ശരി. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ 21A കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 19 വരുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് പ്രധാനമായും 6 സ്വാതന്ത്ര്യങ്ങൾ ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 19 വരുന്നത്. അതായത് സംഘടന രൂപീകരിക്കാൻ, സമ്മേളനത്തിനുള്ള അവകാശങ്ങൾ, പിന്നെ ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ് ചെയ്യാനുള്ള ഒക്കെയാണ് വരുന്നത്. നമ്മൾ ഭരണഘടനാ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചാണല്ലോ ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം മാൻഡമസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടാണ് മാൻഡമസ്. അപ്പോൾ മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ് മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പൊതുപ്രവർത്തകനോ സ്ഥാപനമോ അവരുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് കൃത്യമായി ചെയ്യാൻ ഉത്തരവിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ സ്ഥാപനമോ അവരുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് കൃത്യമായി ചെയ്യാൻ ഉത്തരവിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ്, ആ റിട്ടിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ശരീരം ഹാജരാക്കുക അഥവാ അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഏതാന്ന് ചോദിക്കാം. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി പ്രൊഹിബിഷൻ എന്താണ്? തടയുക അഥവാ നിരോധിക്കുക. പേര് വെക്കുമ്പോഴല്ലേ പ്രൊഹിബിറ്റ് എന്ന് നിർത്തുവാന്നല്ലേ. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. തടയുക അഥവാ നിരോധിക്കുക. അതായത് കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധി കവിഞ്ഞ് പ്രവർത്തിക്കുന്നത് തടയുന്നു കേട്ടോ. അപ്പം മേൽക്കോടതി നമുക്കറിയാം റിട്ട് നൽകാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അല്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. കീഴ്ക്കോടതികൾ അവയുടെ അധികാര പരിധി കവിഞ്ഞ് പ്രവർത്തിക്കുന്നത് തടയുന്ന ആ റിട്ടിനെയാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. ഇനി സെർഷ്യോറ്ററി റിട്ട് എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അഥവാ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക എന്നാണ്. അതായത് കീഴ്ക്കോടതികളുടെ വിധികളോ കേസുകളോ മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. അപ്പൊ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. കീഴ്ക്കോടതികളുടെ വിധികളോ കേസുകളോ മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറ്ററി റിട്ട് എന്ന് പറയുന്നത്. ഇനി കോ വാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് അധികാരത്തിൽ, അവകാശത്തിൽ എന്നൊക്കെ ചോദ്യം ചെയ്യുക. ഏത് അധികാരത്തിൽ, ഏത് അവകാശത്തിൽ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നതാണ് കോ വാറന്റോ. അതായത് ഒരു വ്യക്തി അനധികൃതമായി പൊതുപദവി കൈവശം വെക്കുന്നത് തടയുന്ന റിട്ടാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഒരു വ്യക്തി അനധികൃതമായി പൊതുപദവി കൈവശം വെക്കുന്ന തടയുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. നമുക്കറിയാം റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? ഞാൻ പറഞ്ഞാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ കേട്ടോ. ഇനി ഹൈക്കോടതി റിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ 226 ആണ്. അപ്പൊ പഠിച്ചു നോക്കണം. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ട്, ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ട്. ക്ലിയർ ആണേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം നോക്കാം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? അപ്പൊ വന്ദേ മാതരം എന്ന വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഏത് രാഗത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി രാഗ് ദേശ് രാഗത്തിലാണ്. നോക്കാം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? രാഗ്ദേശ് എന്ന് പറഞ്ഞ രാഗത്തിലാണ്. വന്ദേ മാതരത്തിന്റെ രചയിതാവാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. വന്ദേ മാതരത്തിന്റെ രചയിതാവാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1875 രചിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഗീതം എടുത്തിട്ടുള്ളത് കേട്ടോ. 1882 എടുത്തിട്ടുള്ളത്. അപ്പൊ പഠിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ഗീതം എടുത്തിട്ടുള്ളത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് ആദ്യമായി ഈണം നൽകിയത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ആദ്യമായി ഈണം നൽകിയ വ്യക്തി ആരാന്ന് ചോദിക്കാം. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ജാദുനാഥ് ഭട്ടാചാര്യ. അതുപോലെ തന്നെ 1896 കൊൽക്കത്ത ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരം
ആദ്യമായി പരസ്യമായി ആലപിച്ചത്? പഠിച്ചു വെക്കണേ. 1896 കൊൽക്കത്ത 1896 കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേ മാതരം ആദ്യമായി പരസ്യമായിട്ട് ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 കേട്ടോ. അപ്പൊ 1950 ജനുവരി 24 വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. സംസ്കൃതവും ബംഗാളിയും കലർന്ന ഭാഷയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് കേട്ടോ. സംസ്കൃതവും ബംഗാളിയും കലർന്ന ഭാഷയിലാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞ കവിത രചിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു മിനിറ്റ് ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. അടുത്തത്, ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആരാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, PT ഉഷയാണ്. നോക്കാം. 1980 നടന്ന മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി പങ്കെടുത്തത് കേട്ടോ. അപ്പം 1980 നടന്ന മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായിട്ട് പങ്കെടുത്തത്. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരമാണ് PT ഉഷ. ഈ പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിന്റെ റാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിന്റെ റാണി എന്നും PT ഉഷ അറിയപ്പെടുന്നുണ്ട്. പിന്നെ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിൽ 4ാം സ്ഥാനത്തെത്തുകയും സെക്കൻഡിന്റെ 100ൽ അംശത്തിൽ വെള്ളി വെങ്കല മെഡൽ നഷ്ടമാവുകയും ചെയ്തു. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് PT ഉഷ കേട്ടോ. അപ്പോൾ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് PT ഉഷ. പിന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA എന്ന് പറയും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആദ്യ മലയാളി താരവുമാണ് PT ഉഷ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആദ്യ മലയാളി താരവുമാണ് PT ഉഷ. PT ഉഷ നിലവിലെ നമ്മുടെ രാജ്യസഭാ MP കൂടിയാണ് കേട്ടോ, നോമിനേറ്റ് ചെയ്തിട്ടുള്ള. അതോടെ അറിഞ്ഞിരിക്കണം. പിന്നെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഷൈനി വിൽസന്റെ പ്രത്യേകത എന്താണ്? ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ ആദ്യ വനിതാ കായിക താരമാണ് ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ. ഇനി KM മീനാമോൾ. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് KM മീനാമോൾ. 2000 സിഡ്നി ഒളിമ്പിക്സ് 400 മീറ്റർ ഓട്ടത്തിലാണ്. അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ലോങ് ജമ്പിൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. അടുത്തത് 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? എന്നൂടെ പറയാം. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, AK ഗോപാലനാണ്. പട്ടിണി ജാഥ ആരാണ്? AK ഗോപാലൻ. AKG എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നോക്കാം. പട്ടിണി ജാഥ 1936 മലബാറിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങളും പട്ടിണിയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ കാൽനട ജാഥയാണിത്. പട്ടിണി ജാഥ ആരംഭിച്ചത് 1936 ജൂലൈ 7 കണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചത്. മദ്രാസ് ഗവർണർക്ക് കർഷകരുടെ പരാതികളും ആവലാതികളും അടങ്ങിയ നിവേദനം സമർപ്പിക്കുകയായിരുന്നു പട്ടിണി ജാഥയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ AK ഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് AK ഗോപാലായിരുന്നു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണേ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? AK ഗോപാലനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. നോക്കുക. ഗീതാ രഹസ്യം KP കേശവമേനോൻ, തെറ്റാണ്. സംഗീത ചന്ദ്രിക KC ചാക്കോ, തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരു, ശരിയാണ്. അർദ്ധനിരൂപണം OM ചെറിയാൻ, തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ദർശനമാല ശ്രീനാരായണ ഗുരുവാണ്. നോക്കാം. ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഗീതാ രഹസ്യം ബാലഗംഗാധര തിലകന്റെയാണ് ഗീതാ രഹസ്യം എന്ന് പറഞ്ഞ കൃതി. സംഗീത ചന്ദ്രിക എന്ന് പറഞ്ഞ കൃതി ആറ്റൂർ കൃഷ്ണപ്രസാരടിയാണ് കേട്ടോ. ആറ്റൂർ കൃഷ്ണപ്രസാരടിയാണ് സംഗീത ചന്ദ്രിക എന്ന കൃതി രചിച്ചത്. അർദ്ധനിരൂപണം കുട്ടിക്കൃഷ്ണ മാരാരുടെയാണ് കേട്ടോ. അർദ്ധനിരൂപണം കുട്ടിക്കൃഷ്ണ മാരാരുടെയാണ്.
ഇനി നമ്മൾ ബാക്ക് ടു ദർശനമാലയിൽ പോവുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു സംസ്കൃത ഭാഷയിൽ രചിച്ച ഗഹനമായ ദാർശനിക ഗ്രന്ഥമാണ് ദർശനമാല. അപ്പം ശ്രീനാരായണ ഗുരു സംസ്കൃത ഭാഷയിലാണ് ദർശനമാല രചിച്ചത് കേട്ടോ. 10 ദർശനങ്ങൾ അഥവാ 10 ഭാഗങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു കൃതി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്കിനി ചോദിക്കാം, ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിൽ രചിച്ചത് ശ്രീനാരായണ ഗുരു മലയാളത്തിൽ രചിച്ച കൃതികളാണ് ആത്മോപദേശക ശതകം, ദൈവശതകം, ജാതി മീമാംസ, അനുകമ്പാദശകം, ശിവശതകം. പഠിച്ചു നോക്കണേ. ശ്രീനാരായണ ഗുരു മലയാളത്തിൽ രചിച്ച പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശക ശതകം, ദൈവശതകം, ജാതി മീമാംസ, അനുകമ്പാദശകം ശതകം, പിന്നെ ശിവശതകം എന്നിവയാണ്. ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ രചിച്ചതാണ് ദർശനമാല, വിനായക കാഷ്ടം, ആശ്രമ ധർമ്മം, വേദാന്ത സൂത്രം കേട്ടോ. അപ്പൊ സംസ്കൃതത്തിൽ രചിച്ചത് ദർശനമാല, വിനായക കാഷ്ടകം, ആശ്രമധർമ്മം, വേദാന്ത സൂത്രം. ഇനി ശ്രീനാരായണ ഗുരു തമിഴിൽ രചിച്ചത് ഏക കൃതിയാണ് തേവര പതികം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ശ്രീനാരായണ ഗുരു തമിഴിൽ രചിച്ച കൃതി ഏതാന്ന് ചോദിക്കാം. ഏതാണ്? തേവാര പത്തിക്കം എന്നാണ് കേട്ടോ. തേവാര പത്തിക്കം. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യരിലെ രക്തപര്യായനത്തെ സംബന്ധിക്കുന്ന താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. നോക്കാം. വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത് വെൻട്രിക്കിളിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യായനം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്വാസകോശധമനി സിസ്റ്റമിക് പര്യായനത്തിന്റെ ഭാഗമാണ്. അത് തെറ്റാണ്. ഊർധ്വമഹാശിര സിസ്റ്റമിക് പര്യായനത്തിന്റെ ഭാഗമാണ്. അത് ശരിയാണ്. ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1 ഉം 3 ആണ് കേട്ടോ. അതായത് 1 ഉം 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ശ്വാസകോശ ധമനി സിസ്റ്റമിക് പര്യായനത്തിന്റെ ഭാഗമല്ല, മറിച്ച് പൾമണറി പര്യായനത്തിന്റെ ഭാഗമാണ് ശ്വാസകോശ ധമനി വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ചെറുതായിട്ടൊന്ന് നോക്കി പോവാം. അതായത് പൾമണറി പര്യായനം അഥവാ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഇടയിലുള്ള രക്തചംക്രമണമാണിത് കേട്ടോ. അപ്പൊ ഹൃദയത്തിനും ശ്വാസകോശങ്ങൾക്കും ഇടയിലുള്ള രക്തചംക്രമണമാണ് പൾമണറി പര്യായനം എന്ന് പറയുന്നത്. അതായത് അശുദ്ധ രക്തം, അതായത് ഓക്സിജൻ കുറഞ്ഞ രക്തം, അശുദ്ധ രക്തം വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നു. അതായത് അശുദ്ധ രക്തം വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി അഥവാ പൾമോണറി ആർട്ടറി വഴി ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നു. ശുദ്ധരക്തം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര വഴി ഇടത്തെ ഏട്രിയത്തിൽ എത്തുന്നു കേട്ടോ. അപ്പൊ ശുദ്ധരക്തം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര അഥവാ പൾമോണറി വെയിൻ വഴി ഇടത്തെ ഏട്രിയത്തിൽ എത്തുന്നു. അപ്പൊ പൾമോണറി പര്യായനത്തെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി സിസ്റ്റമിക് പര്യായനം അഥവാ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും ശ്വാസകോശം ഒഴികെ ഇടയിലുള്ള രക്തചംക്രമമാണിത് കേട്ടോ. പഠിച്ചു വെക്കണേ. ഹൃദയത്തിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും അഥവാ ശ്വാസകോശം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾക്ക് ഇടയിലുള്ള രക്തചംക്രമണമാണ് സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത്. സിസ്റ്റമിക് പര്യായനം ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി ശുദ്ധരക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം ഊർധ്വമഹാശിര, അധോമഹാശിര എന്നിവ വഴി വലത്തെ ഏട്രിയത്തിൽ തിരിച്ച് എത്തുന്നു കേട്ടോ. അപ്പൊ സിസ്റ്റമിക് പര്യായനം പൾമോണറി പര്യായനം അറിഞ്ഞിരിക്കണം. റിലേറ്റ് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പോയിന്റ്സിൽ നിന്നൊക്കെ കേട്ടോ. അടുത്ത ചോദ്യം. ജീവകങ്ങളുടെ അഭാവത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം. കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക എന്നീ തുടങ്ങിയത് ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ്? ആൻസർ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് കേട്ടോ. ഡിയുടെ അഭാവം മൂലമാണ്. ഇനി പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത, എയുടെ അഭാവം മൂലമാണ്. അപ്പൊ പഠിച്ചു നോക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ. ജീവകം ഡിയും ജീവകം എയുമാണ്. പഠിച്ചു നോക്കണം. കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജീവകം ഡിയുടെ അഭാവം മൂലമാണ്, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. ഇനി പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. നോക്കാം നമുക്ക്. ജീവകം ഡി അഥവാ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് രാസനാമം കാൽസിഫെറോൾ ആണ് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. ഇനി ജീവകം ഡിയുടെ അഭാവ രോഗങ്ങൾ കുട്ടികളിൽ റിക്കറ്റ്സ് കേട്ടോ. റിക്കറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എല്ലുകൾ വളയുകയും മൃദുവാകുകയും ചെയ്യുക. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ പഠിച്ചു വെക്കണേ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് റിക്കറ്റ്സും മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഓസ്റ്റിയോമലേഷ്യയുമാണ്.
ഇനി വിറ്റാമിൻ ഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സൺഷൈൻ വൈറ്റമിൻ കേട്ടോ, സൺഷൈൻ വൈറ്റമിൻ എന്നും ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകമെന്നും അറിയപ്പെടുന്നു ജീവകം ഡി എ. ഇനി ജീവകം എ അഥവാ വിറ്റാമിൻ എയെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന്റെ രാസനാമം റെറ്റിനോൾ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. ജീവകം എയുടെ അഭാവ രോഗങ്ങള് നിശാന്തത കേട്ടോ. നിശാന്തത എന്ന് പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് കേട്ടോ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവാണ് നിശാന്തത. പിന്നെ സിറോഫ്താൽമിയ, കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. വിറ്റാമിൻ എയുടെ അഭാവ രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തത എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് നിശാന്തത. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നമുക്ക് നോക്കിപ്പോ ജീവകം B1, ജീവകം B1നെ പറയുന്നത് തയാമിൻ എന്നാണ് കേട്ടോ. ജീവകം B1ന്റെ അഭാവ രോഗമാണ് ബെർബറി എന്ന് പറയുന്നത്. ഇനി ജീവകം സിയെ പറയുന്നത് അബ്സ്കോർബിക് ആസിഡ് ആണ്. ജീവകം സിയുടെ അഭാവ രോഗമാണ് സ്കർവി എന്ന് പറഞ്ഞത്. ഈറുകളിൽ രക്തസ്രാവം വരുന്നതാണ് സ്കർവി എന്ന് പറഞ്ഞ രോഗം. ഇനി ജീവകം ഇയെ പറയുന്നത് ഈയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ ആണ് കേട്ടോ. ജീവകം ഇയുടെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി, പ്രതിരോധ ശേഷി കുറയ്ക്കലാണ്. വന്ധ്യതയും പിന്നെ പ്രതിരോധ ശേഷി കുറയ്ക്കലുമാണ് ജീവകം ഇയുടെ അപര്യാപ്തത രോഗമായിട്ട് വരുന്നത്. ഇനി ജീവകം കെ എന്ന് പറയുന്നത് ഫിലോക്വിനോൺ ആണ് ശാസ്ത്രീയ നാമം. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തം കട്ടപിടിക്കാതിരിക്കുക, ഡിലേഡ് ബ്ലഡ് കോട്ടിംഗ് എന്നതാണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വെള്ളത്തിൽ ജയിക്കുന്ന ജീവകങ്ങൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ബിയും സിയുമാണ്. അപ്പൊ പഠിച്ചു വെക്കണം, വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ ജീവകം ADEK ആണ്. അതായത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ജീവകങ്ങൾ ഇത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടക്ക് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അടക്ക്, ADEK, അടക്ക് കേട്ടോ. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അടക്ക് കേട്ടോ. അടക്ക് എന്ന് പറഞ്ഞാൽ ജീവകം ADEK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും സിയുമാണ് കേട്ടോ, ബിയും സിയുമാണ്. അടുത്തത്, ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന ജീവകം സി ആണ് കേട്ടോ. അപ്പൊ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന ജീവകം സി ആണ്. ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ജീവകം ഡിയും കെയുമാണ് കേട്ടോ. ജീവകം ഡിയും കെയുമാണ് ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ. മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ജീവകം സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണെന്നാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, നെഗ്ലേരിയ ഫൗലേരി ആണ് കേട്ടോ. അതായത് നെഗ്ലേരിയ ഫൗലേരി അറിയപ്പെടുന്നത് മസ്തിഷ്കം തിന്നുന്ന അമീബ എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവിയാണ് നെഗ്ലേരിയ ഫൗലേരി എന്ന് പറയുന്നത്. നെഗ്ലേരിയ ഫൗലേരി അറിയപ്പെടുന്നത് തന്നെ മസ്തിഷ്കം തിന്നുന്ന അമീബ എന്ന പേരിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും തടാകങ്ങളിലും നീന്തുമ്പോൾ മൂക്കിലൂടെ പ്രവേശിക്കുന്ന ഈ അമീബ ഘ്രാണനാഡി വഴി തലച്ചോറിൽ എത്തുന്നു കേട്ടോ. അങ്ങനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്നത്. ഇനി ബാക്കിയുള്ളതൂടെ നോക്കിപ്പോവാം. ഓപ്ഷൻസിലുള്ളത് മൈക്കോബാക്ടീരിയം ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം. പിന്നെ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞാൽ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയാണ്. അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് എന്താണ്? മലമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ. ഇനി അടുത്തത്, ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിന്റെ തിളനില കെൽവിൻ സ്കെയിൽ എത്രയാണ്? ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിന്റെ തിളനില കെൽവിൻ സ്കെയിൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 373 കെൽവിൻ ആണ്. അതായത് കെൽവിൻ സ്കെയിലിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 373.15 കെൽവിൻ ആണ്. സാധാരണയായി ഇത് 373 കെൽവിൻ എന്ന് കണക്കാക്കുന്നു. അതായത് സെൽഷ്യസ് സ്കെയിലില് ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ സെൽഷ്യസ് അളവുകാരെ കെൽവിനാക്കാൻ 273.15 കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോഴാണ് നമുക്ക് കെൽവിൻ സ്കെയിലോട്ട് ആക്കുമ്പോഴാണ് 373 കെൽവിനായിട്ട് വരുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 373.15 ആണ് കെ ആണ് കെൽവിൻ സ്കെയിലിലെ തിളനില.
സാധാരണയായിട്ട് അത് 373 കെൽവിൻ എന്നായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആ ക്യാൻസൽ ചെയ്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാന ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്റ്റുമാണ് പഠിച്ചത്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മുടെ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെല്ലാം നമ്മുടെ ഈ റിവിഷൻ ക്ലാസ്സുകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 70 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ലേൺസിയോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം ഈ ഒരു നോട്ടും ഞാനിപ്പോൾ തന്നെ ഇട്ടേക്കാം. മാക്സിമം ഈ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക്